പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട 6 UDF പ്രവർത്തകർ അറസ്റ്റിൽ. പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസിലാണ് അറസ്റ്റ്. സംഘർഷ സമയത്ത് പോലീസിന് നേരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന LDF ആരോപണത്തിന്മേൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു. സജീർ ചെറുവണ്ണൂർ, അരുൺ മുയോട്ട്, നസീർ വെള്ളിയൂർ, കൃഷ്ണനുണ്ണി വേളം, മുസ്തഫ മിദ്ലാജ്, റഷീദ് വാല്യക്കോട് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ജീവന് അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചുമെന്നുമാണ് FIR-ൽ പറയുന്നത്. ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് UDF പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പിയെറിയുന്നത് സ്ഥിരീകരിക്കാനായതായി പോലീസ് പറഞ്ഞു. പൊട്ടിത്തെറി നടക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസിന്റെ ഗ്രനേഡോ കണ്ണീർ വാതകമോ പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന രീതിയിലല്ല സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെന്നും പേരാമ്പ്ര പോലീസ് അറിയിച്ചു. പേരാമ്പ്രയിൽ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റിരുന്നു. സംഘർഷത്തിൽ ഷാഫി ഉൾപ്പെടെ 700ഓളം പേർക്കെതിരായാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്ന് രാവിലെ നടന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത സജീവ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തകന്മാരെ സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചാൽ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തതിനോട് ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസിന് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ആ സംഭവ സ്ഥലത്ത് ഇല്ലാത്ത ആളുകളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പോലീസ് CPM-ന് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് 2 പേർ ആ സംഭവ സ്ഥലത്ത് ഇല്ലാത്തവർ ഇതിൽ കുടുങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങളോട് നേരിടാൻ ശേഷിയില്ലാത്ത CPM ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന സ്ഥിതിവിശേഷമാണ് പേരാമ്പ്രയിലും കോഴിക്കോടുമുള്ളത്. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കാണുന്നത്. കൂടാതെ ഇന്ന് രാവിലെ സജീർ എന്ന് പറയുന്ന പയ്യൻ ഷാഫി പറമ്പിന്റെ കൂടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തകനെയാണ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. ആ പയ്യനോട് ഇവിടെയുള്ള DYSP പറഞ്ഞത്, നീ ഷാഫിയുടെ ആളാണ്, MDMA ഉപയോഗിച്ചാണ് നീ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ്. അവന്റെ പരാതി അവിടെ SHO-ന്റെ അടുത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത്, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തി അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം മുതിർന്ന ഒരു DYSP-ആണ് ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത്. ഞങ്ങൾക്ക് പരാതിയുണ്ട്. ആ പരാതി അവിടെ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട്. ആ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് ആ MDMA ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനാണ്. ഇങ്ങനെ CPM പറയുന്ന കള്ളപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നതെങ്കിൽ ഞങ്ങൾ കൃത്യമായി കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭരണമൊന്നും വേണ്ട പോലീസിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ്. ഈ പേരാമ്പ്ര പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ വരും കാലങ്ങളിൽ ഉണ്ടാകും എന്നൊക്കെ തർക്കവുമില്ല. വിവരാവകാശ രേഖ പ്രകാരം വളരെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന പല സമീപനങ്ങളും പേരാമ്പ്ര പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഞങ്ങളെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ പുറത്തുവിടും. ഈ പോലീസ് CPM എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ഏജന്റിന്റെ പണിയാണ് ഇവിടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. Sometimes nature motivates me. Even more when I feel like a celebrity. But the real motivation is here. White Ray Lights and Interior. www.whiteraylights.com. Vadakara, Karimbalapallam.